ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശം രാധേശം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണ ഇന്ന് ശ്രീലകത്ത് എങ്ങനെയാ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉച്ചപൂജ നട അടച്ച് തുറന്ന് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണ അതാ ശ്രീലകത്ത് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ഓരോ ദിവസത്തെ ദാമോദര ലീലകളാണ് പൊന്നുണ്ണി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന. ഓരോ ദിവസം ഇന്നലെ കളിയമർദ്ദനായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും കണ്ണന്റെ കുറുമ്പുകളും കുസൃതികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആ സന്തോഷത്തിൽ ലയിച്ചു ചേരുകയാണ്. ആ പൊന്നുണ്ണിയോടൊപ്പം നമ്മളിങ്ങനെ ലയിച്ചു ചേരുകയാണ് അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്ന് നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് എങ്ങനെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ കണ്ണന്റെ അടുത്തേക്ക് എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും വരട്ടെ. എവിടെയായാലും എവിടെ ഇരുന്നായാലും എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഭാവത്തെ കണ്ണൻ്റെ ഈ ഒരു ഭാവത്തെ കാണാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാവരും ഭഗവാൻ ഇങ്ങനെ കാണാട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ണൻ എങ്ങനെയാ നിൽക്കുന്നത്. കണ്ണൻ അതാ ഒരു മുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് ആ ചേങ്ങലയൊക്കെ തോളിലിട്ടുകൊണ്ട് അതാ അഷ്ടപതി പാടുകയാണ് അല്ലേ കണ്ണൻ. അഷ്ടപതി പാടുന്ന കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. ആ മുഖത്തെ പുഞ്ചിരിയും സന്തോഷവും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അഷ്ടപതി കേൾക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം, സമാധാനമായിട്ട് കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്ടപതി പാടുന്നത് കേൾക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് കണ്ണന് തരുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ആ ചെങ്ങിലയൊക്കെ കൊട്ടിക്കൊണ്ട് അതാ ആ താളമൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ ആ താളത്തിൽ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി ആ ഉണ്ടമാലയും വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് ആ പൊന്നുണ്ണി അരമണിക്കിങ്ങിണി കാൽത്തളകളും തോൾവെള്ളകളും ഗോപീചന്ദന കുറിയൊക്കെ ആയിട്ട് അല്ലേ ആ അതിമനോഹരമായിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം തരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ അഷ്ടപതി കേൾക്കാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ അഷ്ടപതി കൊട്ടി പാടി അങ്ങനെ ആദ്യത്തെ പദം പാടുന്ന ഭാവമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാൻ എങ്ങനെ ഈ ഒരു ഭാവത്തിൽ കാണുമ്പോൾ കുറേ നാളുകളായി ഏകദേശം 3 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഉച്ചപൂജ അലങ്കാരം പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഭാവത്തെ ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കണക്കാക്കാണ്. ഓരോ ദിവസം ഭഗവാന്റെ ദാമോദര ലീലകളായിക്കോട്ടെ, കളിയമറ ഏത് ഭാവത്തിലായിക്കോട്ടെ, പൊന്നോടക്കുഴൽ പിടിച്ചു നിൽക്കുന്നത്, കയ്യിൽ വെണ്ണ പിടിച്ചു നിൽക്കുക, പല ഭാവത്തിലൂടെ ഞാനിത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു അഷ്ടപതി ഭാവത്തിലൂടെ കണ്ണൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് വന്ന് നിന്ന് അഷ്ടപതി കൊട്ടിക്കൊണ്ട് പാടിക്കൊണ്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആ ശ്രീലകത്ത് നിന്ന് വിളങ്ങി നിൽക്കുന്ന നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന അതിമനോഹരമായി നിൽക്കുന്ന കണ്ണൻ്റെ ഈ മുഖഭാവം നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയത് ഞാൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അന്തം വിട്ടു പോവുകയായിരുന്നു. കണ്ണൻ്റെ ഈ ഒരു ഭാവം ഇത് പാടാൻ ഭഗവാൻ ഇങ്ങനെ പാടി നിൽക്കുന്ന ഭാവം ഇങ്ങനെ കാണുമ്പോൾ, ഈ പദം പാടുന്നത് കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനാണ് ശരിക്കും എൻ്റെ ദേഹം ആകെ കോരിത്തരികയാണ്. അതോടൊപ്പം തന്നെ സങ്കടം വരുന്ന കാര്യം ഭഗവാന്റെ അഷ്ടപതി കഴിഞ്ഞ ആഴ്ച മുതൽ ഞാനും പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഭഗവാനിലേക്ക് കൂടുതൽ എത്താൻ, അതായിരുന്നു എൻ്റെ ചിന്ത. ഭഗവാൻ തന്നെ എന്നെ അഷ്ടപതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അഷ്ടപതി പാടുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഗീതാ ഗോവിന്ദത്തിലെ ജയദേവരെഴുതിയ ഗീതാ ഗോവിന്ദത്തിലെ അഷ്ടപതി പദങ്ങളാണ് ഭഗവാൻ ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ളത്. കണ്ണൻ എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനും പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഈ ആഴ്ചയും. ഇന്ന് നമുക്ക് 9 മണിക്ക് ഗീതാമണി ടീച്ചറാണ് നമ്മുടെ ടീച്ചർ വരുന്നത്. അപ്പോൾ ടീച്ചറുടെ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുന്നത് വേറെ ഒന്നുമല്ല, കണ്ണൻ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത് എന്നതാണ്. നമ്മളത് പഠിക്കാൻ തുടങ്ങുന്നു എന്നറിയുമ്പോഴത്തേക്കും ഞാൻ ഭഗവാന്റെ മുന്നിലാണ് ഇരുന്ന് പാടുന്നത്, ഭഗവാനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന എല്ലാ സ്പീച്ച് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഉച്ചപൂജ എല്ലാം കണ്ണനെ കേൾപ്പിക്കുകയാണ്. എല്ലാതും ഞാൻ എന്ത് പാടുന്നു ഒക്കെ കണ്ണനെ കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് അതാ ഇപ്പോഴും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് എന്നെയും അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അതാ ഇന്ന് ഞാൻ
ഞാനും ഉണ്ട്, എൻ്റെ കുറേ കുട്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളിന്ന് അഷ്ടപതി ക്ലാസ്സിൽ നിന്ന് കയറുകയാണ്. കണ്ണൻ അതറിയാം. അപ്പോൾ ആ അഷ്ടപതി പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഞങ്ങൾക്ക് മുന്നിൽ കണ്ണനതാ അഷ്ടപതി കുട്ടി പാടിക്കൊണ്ട് ആ ചെങ്ങല പിടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആ താളത്തിലേക്ക്, ആ പദത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുന്നു. കണ്ണൻ എത്ര വലിയവനാണല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. കണ്ണൻ എങ്ങനെ അറിയുന്നു ഞാനിത് പഠിക്കുന്നുണ്ടെന്ന്? ആരെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലല്ലോ അല്ലേ. കണ്ണൻ എന്തോ എല്ലാം അറിയുന്നുണ്ട്. നമ്മളെ എത്രയോ മുന്നേ അറിയുന്നവനാണ് സശാൽ പൊന്നുഗുരുവായൂരപ്പൻ. കണ്ണുകളിൽ എന്താ പറയുക, ഇതെങ്ങനെ അത്ഭുതമാണ്, പറയാൻ പറ്റുന്നില്ല, അത്ഭുതമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ അഷ്ടപതി പാടാൻ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പാടാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും എനിക്കതിന് സാധിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അല്ലാത്തൊരു ആനന്ദം തോന്നുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെ അഷ്ടപതിയുടെ ആ ഒരു ഭാഗത്തിൽ ആദ്യത്തെ 4 വരി ഞാനൊന്ന് പാടാണ്. ഭഗവാന്റെ മുന്നിൽ തന്നെയാണ് പാടുന്നത്. ഇങ്ങനെയാണ് ആദ്യത്തെ വരി വരുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രളയഭയോദിജലേ ധൃതവാനസി വേദം വിഹിത വഹിത്ര ചരിത്രമഗീതം കേശവാ ധൃത മീനശരീര ജയ ജഗദീശ ഹരേ. ആദ്യത്തെ പദം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ അഷ്ടപതി ഇങ്ങനെ പാടാനായിട്ട് ഭാഗ്യം ഭഗവാൻ തന്നെ തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. എന്നോടൊപ്പം പാടുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഭഗവാന്റെ അഷ്ടപതി, ഇന്ന് ഭഗവാൻ ഇങ്ങനെ ശ്രീലത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ കൊട്ടിപ്പാടിത്തരുന്ന ആ അഷ്ടപതി കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളിൽ ഇങ്ങനെ വന്ന് മുഴങ്ങുകയാണല്ലേ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിയും ആ നോട്ടവും ആ താളവും ആ താളത്തിലുള്ള ആ ചേങ്ങല പിടിച്ചുള്ള ആ നിൽപ്പും ഒക്കെ നല്ല ഭംഗിയുള്ള മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അതിമനോഹരമായിട്ട് ആ മുണ്ടിന് മുകളിൽ ആ കിങ്ങിണിയൊക്കെ കെട്ടിക്കൊണ്ട് അല്ലേ, അരമണിയൊക്കെ കെട്ടിക്കൊണ്ട് അതിമനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഗോപി ചന്ദനമൊക്കെ തൊട്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. അഷ്ടപതി പഠിക്കുക കേട്ടോ. എല്ലാവരും പറയുകയാണ് നമുക്കിവിടെ ടീച്ചറുണ്ട്, ഗീതാമണി ടീച്ചറുണ്ട്, ടീച്ചറുടെ കൂടെ എല്ലാവരും അഷ്ടപതി പഠിക്കുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരികയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെ ആ സ്നേഹത്തിലും സന്തോഷത്തിലും എത്രയോ മുന്നേ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വല്ലാത്തൊരു അത്ഭുതമാണ്. ഞങ്ങൾ ഇന്ന് അഷ്ടപതി പാടുന്നുണ്ട് എന്ന് കണ്ണനോട് ആരാ പറഞ്ഞത്? കണ്ണൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പാടുമ്പോൾ, കണ്ണന് സമർപ്പിക്കുമ്പോൾ ആ ഗീതാഗോവിന്ദത്തിലെ ജയദേവർ എഴുതിയിട്ടുള്ള ആ കൃതിയിലൂടെ ഭഗവാൻ എഴുതി ചേർത്ത വരികൾ കൂടി നമ്മളിങ്ങനെ ഓരോ പദങ്ങളായിട്ട് 24 പദമാണ്. അപ്പോൾ ഓരോ പദങ്ങൾ നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങുകയാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അതുപോലെ എല്ലാവർക്കും ഇന്ന് എന്നോടൊപ്പം ശ്രീലകത്തേക്ക് എത്തിയ ഭഗവാനെ കണ്ട ഇങ്ങനെയുള്ള ഭാവത്തിൽ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനെ കണ്ട് താഴെ തൊഴുതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിയാനായിട്ട് അതാ കണ്ണനിങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ ശ്രീലകത്ത് നെയ്വിളക്കിൻ്റെ ആ തെളിച്ചത്തിൽ, ആ മനോഹരമായ തിളക്കത്തിൽ, ആ സ്വർണ്ണവർണ്ണ തിളക്കത്തിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ നോക്കി ചിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ആ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും താമരപ്പൂവിൻ്റെയും തുളസിയുടെയൊക്കെ മണം നമ്മളിലേക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തുകയാണല്ലേ. ആ ഭഗവാനിങ്ങനെ തൊട്ട് തലോടിക്കൊണ്ട്, ഭഗവാനിങ്ങനെ തൊട്ട് തഴുകിക്കൊണ്ട് തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന അതിമനോഹരമായ ശാന്തമായ കാറ്റ് നമ്മളെ ഇങ്ങനെ തലോടിക്കൊണ്ട് തഴുകിക്കൊണ്ട് ഇങ്ങനെ നമ്മളെ ഒന്ന് വട്ടം ചുറ്റിക്കൊണ്ട് ആ ഗന്ധം നമ്മളിലേക്ക് ഇങ്ങനെ അടിക്കും പോലെ നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞുകൊണ്ട് ഭഗവാനിങ്ങനെ ആ നിൽക്കുന്ന ഭഗവാന്റെ ആ പദം
കേട്ടുകൊണ്ട്, അഷ്ടപതി ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് കണ്ണനെ താണ വണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് ആ പൊന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സർവ്വവേദനകളും അർപ്പിച്ചുകൊണ്ട് കണ്ണനെപ്പോഴും എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും കണ്ണനുണ്ട്. ഭഗവാൻ നമ്മളെ ഇങ്ങനെ കാത്തുരക്ഷിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകണ്ടേ ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് കണ്ണൻ നമ്മുടെ കൂടെ തന്നെ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ നമ്മളെല്ലാവരെയും അറിഞ്ഞുകൊണ്ട് അതാ ആ കണ്ണൻ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് കണ്ണൻ അതാ അഷ്ടപതി കൊട്ടിക്കൊണ്ട് പാടിക്കൊണ്ട് നമ്മുടെ വേദനകളൊക്കെ അകറ്റി മാറ്റിക്കൊണ്ട് നമ്മളിലേക്ക് സന്തോഷം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട്, സന്തോഷത്തിൻ്റെ അമൃത് ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ ഭഗവാൻ നമ്മളെങ്ങനെ കൂടെ കൂട്ടുന്നു. കണ്ണനതാ നമ്മളോട് ചേരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എൻ്റെ ഒപ്പം ആ ഗുരു പവനപുരിയിലെത്തിയിട്ട് ശ്രീലകത്ത് വന്നിട്ട് ആ പൊന്നുണ്ണി കണ്ണനെ കണ്ട എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ പൊന്നു തൃപ്പാദത്തിൽ വന്ന് വീണ ആ നമ്മുടെ ഓരോരുത്തരും മനസ്സിലെ എല്ലാ സങ്കടങ്ങളും ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാവരൊപ്പം കണ്ണനുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, പുറകിൽ തട്ടുന്നുണ്ട്. എല്ലാറ്റിനും ഞാനുണ്ട് എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണനെ വീണ്ടും വണങ്ങിക്കൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിൽ ഭഗവാന്റെ അഷ്ടപതിയുടെ ഭാഗങ്ങളും ആ ഒരു വിവരണങ്ങളും പറയാൻ സാധിച്ച എനിക്കും ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊന്നു കണ്ണൻ പുറത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശൻ്റെ ദേശം ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.